ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കിഡ്സിൻ്റെ ലെഹങ്ക എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഫുൾ വീഡിയോ ആണ്. അപ്പം ആദ്യം ഞാനിത് ഒരു പേപ്പറിലാണ് കാണിക്കുന്നത്, അതിന് ശേഷമാണ് തുണിയിൽ കാണിക്കുന്നത്. തുണിയിൽ നമുക്ക് നെറ്റൊക്കെ ഒരുപാട് വലുതായതുകൊണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ കൂടെ ആദ്യം കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതേപോലെ പേപ്പർ രണ്ടായിട്ട് മടക്കിയിടുക. തുണിയാണെങ്കിൽ തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. എന്ന് വെച്ച് ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെയാണ് നമ്മൾ ക്ലോത്തും മടക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് അതിൽ അളവുകൾ കൊടുക്കണം. ഏറ്റവും ടോപ്പിൽ നമ്മൾക്ക് വേസ്റ്റിൻ്റെ അളവ് വരുന്നത് എത്രയാണോ അതാണ് കൊടുക്കേണ്ടത്. വേസ്റ്റ് അളവ് അതിൻ്റെ കൂട്ടത്തിൽ വേസ്റ്റ് അളവിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പൂടെ കൂട്ടുക. അതിനുശേഷം അതിൻ്റെ നാലിലൊന്ന് കണ്ട് എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന 7.25 ആ 7.25 ഞാനിത് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഏറ്റവും ആ കോൺ ഭാഗമില്ലേ, ആ കോൺ ഭാഗത്തിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത അവിടെ വരെയുള്ള ഒരു അകലം എത്രയുണ്ടെന്നൊന്ന് നോക്കണം. എന്നിട്ട് ആ അകലം ഇതേപോലെ ടേപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ തന്നെ തുണിയിൽ ഇതേപോലെയാണ്. അപ്പം എനിക്ക് ക്ലോത്തിൽ വരുമ്പോഴത്തേന് അത് 10.25 അകലം വരുന്നത്. അപ്പോൾ ഞാൻ അത് 10.25 ഇങ്ങനെ മാറ്റി കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അത് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ടല്ലോ, ഏറ്റവും കോണിൽ നിന്നാണ് ആ ടോപ്പ് ഭാഗത്ത്, ആ കോൺ പോലുള്ള ഭാഗത്തുനിന്ന് താഴോട്ടുള്ള അകലമാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് അതാണ് റൗണ്ട് ചുറ്റി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഇറക്കം, നമ്മൾ ഇറക്കം എടുക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ലെങ്തിൽ നിന്ന് 2 ഇഞ്ച് ബെൽറ്റ് കുറയ്ക്കണം. അതായത് നമുക്ക് മേൽഭാഗത്ത് പടി വരാനായിട്ട് 2 ഇഞ്ച് പോവും. അതിനുശേഷം എത്രയാണ് നമുക്ക് തയ്യൽ തുമ്പൂടെ വേണമെങ്കിൽ എത്ര കൊടുക്കുന്നോ അതനുസരിച്ച് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഇതേപോലെ ആ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയ ആ അടയാളത്തിൽ നിന്ന് റൗണ്ട് ചുറ്റി ഇതേപോലെ ആ കിട്ടിയ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ക്ലോത്തിലും കട്ട് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് താഴ്ഭാഗത്തെ അതിനുശേഷം മുകളിൽ വരച്ചു കൊടുത്തേക്കുന്നത് ആ വര, ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, അപ്പം ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. പേപ്പർ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോത്തിൽ എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കണം. അപ്പം ഇങ്ങനെയാണ് പേപ്പറിൽ കട്ട് ചെയ്ത് നമ്മളെടുത്തത്. കണ്ടില്ലേ, ഇത് നിവർത്തി വരുമ്പോൾ ഇതേപോലെ വരും. ഒരു വശം ഫോൾഡറാണ്, ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തും കൊടുക്കണം. അപ്പം അത് നമ്മളിപ്പം ഇതിൽ ചെയ്യുന്നില്ല, തുണിയിലാവുമ്പോൾ നമുക്കത് കട്ട് ചെയ്യണം, എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കണ്ട, ഇതേപോലെയാണ് വരുന്നത്. നമുക്ക് ഇതേപോലെ ക്ലോത്ത് എടുക്കാം. ഇതേപോലെ ഇപ്പം ഞാൻ ആദ്യം സാറ്റിൻ ക്ലോത്താണ് എടുത്തേക്കുന്നത്. ആ സാറ്റിൻ്റെ ക്ലോത്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നില്ലേ, ആ ഒരു കോണാണ് ഞാൻ എടുക്കുന്നത്. ആ കോണിൽ നിന്ന് മറുകോണിലോട്ട് കണ്ടില്ലേ, ഇതേപോലെ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ മടക്കി കൊടുക്കാം. അപ്പം ഇതിനൊരു സാറ്റിൻ്റെ ഈ ക്ലോത്തുണ്ട്, നെറ്റിൻ്റെ ക്ലോത്തുണ്ട്, പിന്നീട് ഒരു ലൈനിങ്, കോട്ടൻ്റെ ലൈനിങ് ഉണ്ട്. ഇങ്ങനെ ഈ 3 തുണി കൂടെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ആക്കി കറക്റ്റാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അളവ് കൊടുക്കാം. ഇപ്പം ഇവിടെ ഞാൻ കൊടുക്കുന്നത് 7.25 അതായത് വേസ്റ്റ് അളവ് 27 എനിക്ക് കിട്ടി. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് 29 വന്നു. അതിൻ്റെ 4 ഭാഗമാണ് 7.25 വന്നത്. അതിനുശേഷം ആ 7.25 അടയാളപ്പെടുത്തിയതെടുത്തോട്ട് ആ കോണിൽ നിന്ന് നമ്മൾ നോക്കുമ്പം 10.25 വന്നു. ആ 10.25 ഇങ്ങനെ റൗണ്ട് ചുറ്റി ഞാൻ കൊടുക്കുകയാണ്. വേസ്റ്റ് കറക്റ്റ് എനിക്ക് 23 ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു 4 ഇഞ്ച് ലൂസ് കൂടെ കൊടുത്തിട്ടാണ് 27 എടുത്തത്. അതിൻ്റെ കൂടെയാണ് 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്തേക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ്
അത് 7.25 വന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ ഇറക്കം കൊടുക്കുക. ഫുൾ ലെങ്തിൽ നിന്ന് 2 ഇഞ്ച് ബെൽറ്റ് പോകും. അതിനുശേഷം ബാക്കി നമുക്ക് എത്രയാണോ വേണ്ടുന്ന ഇറക്കം കിട്ടുന്നത്. ഇപ്പം ടോട്ടൽ ഇറക്കം 25 ആണെങ്കിൽ നമ്മളിവിടെ 23 അടയാളപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. തയ്യൽ തുമ്പ് നമുക്ക് ഒത്തിരിയൊന്നും വേണ്ട, ഒരു ശകലം മടക്കി അടിക്കാനായിട്ട് മതി. നൈസായിട്ടാണ് അടിഭാഗം മടക്കി അടിക്കുന്നത്. എങ്കിലും ഞാനിവിടെ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് അതിൻ്റെ അടിഭാഗത്തോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്രയും കണ്ടില്ലേ, ഇങ്ങനെയാണ് അടയാളം വരുന്നത്. അപ്പം ഇതേപോലെ ഞാനൊന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷമാണ് ഉണ്ടാ 1 ഇഞ്ച്, സോറി 1/2 ഇഞ്ചാണ് അവിടെ ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ വരച്ചെടുത്തു. മോൾ ഭാഗത്തും ഒന്ന് തെളിച്ച് വരയ്ക്കുകയാണ് കോൺ ഭാഗം. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാണ് കോട്ടൺ ലൈനിങ്. ഈ കോട്ടൺ ലൈനിങ് ഇതേപോലെ തുണി 2ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തു. അതിനുശേഷം കണ്ടാ ഞാൻ ആദ്യം കട്ട് ചെയ്ത സാറ്റിൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ആ സാറ്റിൻ തുണി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ച് മതി. നമുക്ക് കോട്ടൺ ആകുമ്പോൾ കോട്ടൺ ലൈനിങ് നമുക്ക് അകത്ത് മതിയല്ലോ, വെളിയിലോട്ട് കാണരുതല്ലോ. അപ്പോൾ 2 ഇഞ്ചോളം അകത്തേക്ക് ഞാൻ വരച്ചു കൊടുത്തു. അതിനുശേഷം ആ 2 ഇഞ്ച് വരച്ചെടുത്തു നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് അവിടെ കുറച്ച് തുണി കുറവാണ്, കണ്ട ആ ഭാഗം ഇതേപോലെ നമുക്കൊരു പീസ് കൂടെ വെച്ച് കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി നമുക്കത് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടല്ലോ. അപ്പം അതിൻ്റെ മുകൾ ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷമാണ് നെറ്റ് കട്ട് ചെയ്യുന്നത്. അപ്പം നെറ്റ് ഇതേപോലെ അതും 2ആയിട്ട് മടക്കിയിട്ടു. അതിനുശേഷം ഇതേപോലെ ഒരു കോണായിട്ട് കോൺ ഭാഗം ഇതേ കണക്ക് മറുകോണിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളതൊന്ന് നീറ്റാക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ സാറ്റിൻ തുണിയും വെച്ച് കൊടുത്തു. നമ്മൾ ആദ്യം കട്ട് ചെയ്ത തുണി. അതിനുശേഷം അത് അതേ ഒപ്പത്തിൽ തന്നെ നമ്മൾ അതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തു. അത് കാണിച്ചിട്ടില്ല, ഞാൻ കാണിക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ ആ സാറ്റിൻ്റെ അവിടെ ഒരു ഭാഗത്ത് ഫോൾഡ് വരും, എല്ലാത്തിലും ഒരു ഭാഗത്ത് ഫോൾഡ് വരില്ലേ, ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 2 പീസായിട്ടാണ് വേണ്ടത്. അപ്പോഴത്തേനും ആ ഫോൾഡ് വരുന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്താണ്, നമ്മൾ ആ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുക്കണം. ഇതേപോലെ ചേർത്ത് വെച്ച് അടിച്ചെടുക്കണം. കണ്ട. അപ്പോൾ ഇതേപോലെ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വരാം. ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇപ്പം ലൈനിങ്ങിൻ്റെ ചീത്ത വശമാണ് മുകളിലേക്കാക്കി ഇട്ടേക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ സാറ്റിൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാറ്റിൻ്റെ നല്ല വശം മുകളിലാണ് വരേണ്ടത്. അതായത് ചീത്തവശവും ലൈനിങ്ങിൻ്റെ ചീത്തവശവും സാറ്റിൻ്റെ ചീത്തവശവും തമ്മിലാണ് ചേർന്നിരിക്കേണ്ടത്. കണ്ട, ആ തിളക്കമുള്ള ഭാഗം, സാറ്റിൻ്റെ തിളക്കമുള്ള ഭാഗം മുകളിലിരിക്കണം. കാരണം നമ്മൾ നെറ്റ് ഇടുമ്പോൾ നെറ്റിൻ്റെ വെളിയിൽ കൂടെ ആ തിളക്കമുള്ള ഭാഗമാണല്ലോ വരേണ്ടത്. അതിനുശേഷം നമുക്കത് നെറ്റിട്ട് കൊടുക്കാം. നെറ്റിൻ്റെ ഇതിലൊരു ചെറിയ തിളക്കം പോലെ ഉണ്ട്, ആ ഭാഗമാണ് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ വേസ്റ്റിൻ്റെ ഭാഗം കണ്ടോ, അത് 3 ചേർത്ത് വെച്ചിരിക്കുകയാണ്. സാറ്റിനും ഇതുമെല്ലാം, സാറ്റിനും കോട്ടണും നെറ്റും. ഇനി അത് വേസ്റ്റ് ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് 2 ഭാഗവും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 പീസിൻ്റെയും ചെയ്തെടുത്തു. ഇനി അത് ചേർത്ത് വെച്ചിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ട, ഒരു സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മറു സൈഡ് ഞാൻ കാണിച്ചു തരാം. മറു സൈഡിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം ഞാൻ 2 സൈഡും ഒന്ന് അടിച്ചു കൊടുത്തു. അവിടെ ഒരു ഓപ്പൺ പോലെ വരും, അതിന് വേണ്ടിയാണ് ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുത്തു. അതിനുശേഷം അവിടെ നിന്ന് ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ അകലത്തിൽ നമുക്ക് ആ ഭാഗങ്ങളെല്ലാം കൂടെ 2 പീസിൽ നിന്നും തുണിയെല്ലാം കൂടെ ചേർത്ത് വെച്ച്
ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാണ് ഞാനിപ്പം കാണിക്കുന്നില്ലേ, അവിടെ വരെ കണ്ടില്ലേ, ആ ഭാഗത്തുനിന്ന് താഴോട്ട് അവിടെ വരെ ഒന്ന് നല്ലത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അവിടെ വരെ ഒരേ രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഇതിങ്ങനെ തുണി ഇതേപോലെ എടുത്തിട്ട് ഏറ്റവും അടിഭാഗത്ത് കിടക്കുന്ന നെറ്റിൻ്റെ ഭാഗം കണ്ടോ, അതെടുത്ത് താഴെ വരെ നമ്മളൊന്ന് 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് സാറ്റിൻ എടുത്ത് തയ്ക്കും. ഏറ്റവും അവസാനമാണ് നെറ്റിൻ്റെ പീസ് ഇതേപോലെ തയ്ച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ മറു സൈഡിലും തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കിത് ബെൽറ്റ് വയ്ക്കാൻ വേണ്ടേ, അപ്പോൾ വേസ്റ്റ് എത്രയാണോ ആ വേസ്റ്റിൻ്റെ അളവിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് അധികം ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പാവാട നമുക്ക് ഇതേപോലെ ഈ തുണി 2ആയിട്ട് മടക്കി ഇട്ടിട്ട് വേണം വേസ്റ്റിന് വേണ്ടി വെട്ടിയെടുക്കാൻ. ഒരു 5 ഇഞ്ച് വീതിയിലാണ് വെട്ടിയിരിക്കുന്നത് കണ്ട. അതേപോലെ സാറ്റിനും നെറ്റ് പീസും കൂടെ വെച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനത് ഈ കണ്ടില്ല, ആ പാവാടയിലൂടെ അഴുക്ക വശത്തു വെച്ച് നല്ല വശത്തോട്ട് മറിക്കത്തക്ക രീതിയിലാണ് തയ്ച്ചേക്കുന്നത്. അഴുക്ക വശത്തുനിന്ന് നല്ല വശത്തോട്ടാണ് ഇനി നമ്മൾ വരുന്നത്. ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ഭാഗം നല്ല വശമാണ്. അപ്പം അവിടത്തേക്കാണ് ആ പട്ട വരേണ്ടത് കണ്ടോ, ആ ബെൽറ്റ് ഭാഗം വരേണ്ടത്. ഇപ്പം ഞാൻ ഇതുപോലെ അത് 1/2 ഇഞ്ച് മടക്കിയിട്ട് അത് ആ തയ്യൽ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിരിക്കണം. അപ്പം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരാം പട്ടയ്ക്ക് വേണ്ടി. ഇപ്പം ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം. ഇതേപോലെ ചുറ്റിനും നമ്മൾ 1/4 ഇഞ്ച് വ്യത്യാസം, ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം 1/4 ഇഞ്ച് മടക്കി, ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി ചുറ്റിനും റൗണ്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഒന്നുകൂടെ മടക്കി ചെയ്യണം. അങ്ങനെ അതും സാറ്റിനും കോട്ടണോ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ടോപ്പ് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ അതിൻ്റെ ഇറക്കം ഞാനിവിടെ 13 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ഇതിൻ്റെ വണ്ണം 6.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 2 1/2 നമുക്ക് കൊടുക്കാം. അതേപോലെ വേസ്റ്റിൻ്റെ അളവ് വന്നേക്കുന്നത് ഒരു 6 ഇഞ്ചാണ്. അവിടെയും ഇതേപോലെ 1/2 ഇഞ്ചോ 2 ഇഞ്ചോ തയ്യൽ തുമ്പ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിന് മുമ്പ് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഈ മോൾ ഭാഗത്ത് കയറ്റി ഇങ്ങനെ വെച്ചിട്ട് അവിടെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്, അങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വണ്ണം അടയാളപ്പെടുത്തിയെടുത്ത്. പിന്നെ നമ്മുടെ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് ഒരു 5.25 ഇഞ്ചാണ്. ഷോൾഡർ ആം ഹോൾ ഒരു 5.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ ആ ഭാഗം കർവായിട്ട് വരച്ചു. എന്നിട്ട് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ 2 പീസും കട്ട് ചെയ്തു. ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.25 ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഒരു 4 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒരു 3 ഇഞ്ചുമാണ് കൊടുത്തേക്കുന്നത്. നമുക്കത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് അടയാളപ്പെടുത്തുന്ന രീതി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ രീതിയാണ് ഇതേപോലെ ഞാനിത് കാണിക്കുന്നത്. ആദ്യം 2.25 അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ആക്കുകയാണ്. താഴെ ആ 2.25 തന്നെ ഒന്നുകൂടെ അടയാളപ്പെടുത്തി കൊടുത്തു, സ്ക്വയർ ആക്കി. അതിനുശേഷം ഒന്ന് റൗണ്ട് വരച്ചു കൊടുത്തു. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ. കണ്ടില്ലേ, 2 ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നെറ്റിൻ്റെ നല്ല പീസിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിൽ സാറ്റിൻ പോലത്തെ ഒരു തുണിയാണ്. അപ്പം നമ്മളത് വർക്കുള്ളൊരു നെറ്റാണിത്. അതിലേക്ക് വെച്ചു സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിൻ്റെ ഭാഗം ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ബാക്കും ഫ്രണ്ടുമാണ്. നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഇതേപോലെ നമ്മൾ
സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തു, വീഡിയോ കാണിക്കുന്നില്ലേ അതേ രീതിയിൽ തന്നെ ആ നെറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് കൊടുത്തു. ആ തയ്യൽ കൊള്ളാതെ ഇതേപോലെ ഒന്ന് കട്ട് കൊടുക്കാം. 2 പീസ് ഇതുപോലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഫ്രണ്ടും ബാക്കും എല്ലാം ഇതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിതൊന്ന് അകത്തേക്ക് മറിച്ചിടാം. ഇത് വെക്കുമ്പോൾ നമ്മൾ നല്ല വശത്താണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മറിച്ചിടുമ്പോൾ ചീത്തവശത്തേക്ക് വരണം. ആ രീതിയിലാണ് വെക്കേണ്ടത്. പിന്നെ അകത്തെ സാറ്റിൻ ആ തുണിയുടെ തിളക്കമുള്ള വശം നമുക്ക് മുകളിൽ കാണത്തക്ക രീതിയിൽ വരണം. അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ പതിച്ചടിക്കുക. കറക്റ്റായിട്ട് ഞാൻ മടക്കി അകത്തേക്കാക്കി വെച്ചു. ഇനി അതിൻ്റെ ആ എൻഡ് ഭാഗത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു ഡാട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അത് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഒരു 3 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. മുകളിലോട്ട് ഒരു 5.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡിലും അതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ട് ആണ് നമുക്ക് ഓപ്പൺ വരുന്ന ഭാഗം. അവിടെ ഒന്ന് നമുക്ക് ഒരു ഓപ്പൺ കൊടുക്കാം. എന്നിട്ട് അവിടെ ഡാട്ട് നമുക്ക് ഇതേപോലെ ഈ ഫ്രണ്ടിന് കൊടുത്ത അതേ രീതിയിൽ തന്നെ ബാക്കിനും കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്പൺ വരും. ഓപ്പണിന് ഒരു 2.5 ഇഞ്ചിൻ്റെയും ഒരു 1.5 ഇഞ്ചിൻ്റെയും പട്ട നമുക്ക് വേണം. അത് കട്ട് ചെയ്ത് അതിൽ വെച്ച് കൊടുക്കണം. അപ്പം അതൊന്നും പട്ട ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളൊന്നും എനിക്കത്ര കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം പട്ട ഇതുപോലെ നമ്മൾ ആ വലിയ പീസ് കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം 2.5 ഇഞ്ചൊക്കെ കട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് ആ പടി വരുന്നത് നമുക്ക് ഹൂക്ക് പടി വെക്കാൻ വേണ്ടിയാണ്. ഹൂക്കല്ല സോറി അയ്പടി വെക്കുന്നിടത്താണ്. പിന്നെ ചെറിയ പടി വരുന്നത് നമ്മൾ ഹൂക്ക് പടി വെക്കുന്നിടത്താണ് വെക്കേണ്ടത്. അത് നമ്മൾ ഇതേപോലെ ഹൂക്ക് പടി വരുന്ന ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് ഉള്ളിലോട്ട് മറിച്ചു കൊടുക്കുക. അഴുക്ക് വശത്തേക്ക് മറിച്ചു കൊടുക്കുക. അയ്പടി വരുന്ന ഭാഗത്ത് നമ്മൾ നല്ല വശത്തോട്ടാണ് വരേണ്ടത്. കാരണം നമുക്ക് ഐ വെക്കുന്നത് അറിയാലോ. ആ രീതിയിൽ ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ ഇതേപോലെ ഹൂക്ക് പടി അയ്പടിയൊക്കെ വെച്ചിട്ടുണ്ട്. ബ്ലൗസിലും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ വീഡിയോ നോക്കുക. ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ട, ഇതേപോലെ തിരിച്ചിട്ടാണ് വെക്കേണ്ടത് നമ്മൾ അയ്പടിക്ക് വേണ്ടി. എന്നിട്ട് വെളിയിലോട്ടാണ് മറിക്കേണ്ടത്, നല്ല വശത്തോട്ടാണ് മറിക്കേണ്ടത്. ഇനി ഡാട്ടും എടുത്ത് ഈ ഹൂക്ക് പടി അയ്പടി വെക്കുക. അതിപ്പം ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ആദ്യം ഇതേപോലെ ഒരു ചെറിയ കൈയാണ് വെച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് അവർക്ക് അതൊരു പഫ് സ്ലീവ് വേണമെന്നായിരുന്നു. പിന്നെ ഞാനത് അഴിച്ചിട്ട് പഫ് സ്ലീവ് വെച്ചു. ആ പഫ് സ്ലീവാണ് ഇനി കാണിക്കുന്നത്. അപ്പം ഞാനിത് ആദ്യം തയ്ച്ചതാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ അകത്ത് ഞാൻ വണ്ണമൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊന്നും ഇതിൽ കാണിച്ചില്ല. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. കണ്ടില്ലേ, ഞാൻ ഡാട്ടൊക്കെ എടുത്തു. അതിനുശേഷം ഇതേപോലെ അടിച്ചു. അടിഭാഗവും നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വണ്ണമൊക്കെ 6.25 ഇഞ്ച് വണ്ണം ചെസ്റ്റിനും താഴെ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ 6 ഇഞ്ച് വണ്ണം കൊടുത്തിട്ടുള്ളത് അതുപോലെ എടുത്തു. അപ്പോൾ ഫൈനലി ഇതേപോലെ വന്നു. ഇനിയിപ്പം ഞാൻ നമ്മുടെ ലെഹങ്കയും ടോപ്പും ഷാളും, ഒരു ചെറിയ ഷാൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നോക്കാം. കണ്ടില്ലേ, ഇതാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.